ബി.ജെ.പി. തങ്ങളുടേതെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന യു.പിയും അവരെ കൈവിടുകയാണ്. ബി.ജെ.പിയും യോഗി ആദിത്യനാഥുമല്ല, അഖിലേഷ് യാദവാണ് യു.പിയുടെ പുതിയ നായകൻ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്താണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി പ്രസിഡന്റും ഇന്ത്യ മുന്നണിയുടെ നേതാക്കളിൽ പ്രമുഖനുമായ അഖിലേഷ് യാദവിൻ്റെ റാലിയിൽ തിക്കും തിരക്കും കാരണം അടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ. നിയന്ത്രിക്കാൻ പറ്റാതെ പോലീസ് നന്നേ പാടുപെടുന്നു. അലഹാബാദിലെ 2 യോഗങ്ങൾ ജനസാഗരമായപ്പോൾ പ്രസംഗിക്കാൻ പോലും കഴിയാതെ സുരക്ഷാ കാരണങ്ങളാൽ ഇവർക്ക് പോകേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതാ ഇന്നലെ വീണ്ടും അസംഗഡ് ജില്ലയിലെ ലാൽഗഞ്ചിൽ SP സ്ഥാനാർത്ഥി ദരോഗ സരോജിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്കെത്തിയ അഖിലേഷ് യാദവിനെ കാണാൻ പ്രവർത്തകർ കൂട്ടമായി എത്തിയതോടെ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് വലിയ അപകട ആശങ്കയാണുണ്ടായത്. പോലീസിനും സേനകൾക്കും നിയന്ത്രിക്കാൻ കഴിയുന്നതിലുമധികം ജനങ്ങളാണ് അഖിലേഷിൻ്റെ യോഗത്തിൽ കാണാനാകുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും പ്രസംഗിച്ചു പോയ ഇടങ്ങളിൽ പോലും അതിൻ്റെ ഇരട്ടിയിലധികം ജനങ്ങളാണ് അഖിലേഷിനെ കേൾക്കാനും കാണാനും എത്തുന്നത്. അത് ബി.ജെ.പിയിൽ കടുത്ത ആശങ്കയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 2012 മുതൽ 2017 വരെ യു.പി. ഭരിച്ച മുഖ്യമന്ത്രിയാണ് അഖിലേഷ് യാദവ്. ചെറിയ പ്രായത്തിൽ തന്നെ യു.പിയുടെ ഹൃദയം കീഴടക്കിയതാണ് ആ നേതാവ്. അല്പം പിറകിലായെങ്കിലും പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷം അതിശക്തമായി തിരിച്ചു വരികയാണ് അഖിലേഷ് യാദവ്. അഖിലേഷും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചതോടെ യു.പിയിലെ ജനങ്ങൾ അങ്ങ് ഒഴുകിത്തുടങ്ങി ഇവരോടൊപ്പം. പൊങ്ങച്ചം തട്ടിവിടുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെന്ന് പലരും പറഞ്ഞ യോഗി ആദിത്യനാഥും യു.പി. കീഴടക്കുമെന്ന് ഉറപ്പിച്ചൊരു സമയത്താണ് ബി.ജെ.പിയുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് അഖിലേഷ് യാദവിൻ്റെ തകർപ്പൻ മുന്നേറ്റം. മോദിയും യോഗിയും തമ്മിൽ അകലുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നു. അത് ബി.ജെ.പിയിൽ വലിയ ആശങ്ക പരത്തിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ തുറുപ്പ് ചീട്ടാവുകയാണ് അങ്ങനെ അഖിലേഷ് യാദവ്. പല ബി.ജെ.പി. കോട്ടകളും തകർത്തുകൊണ്ട് ഒട്ടുമിക്ക ബി.ജെ.പി. സീറ്റുകളും പിടിച്ചെടുക്കുമെന്നൊരു ഘട്ടമെത്തിയപ്പോഴാണ് അഖിലേഷിൻ്റെ നേതൃത്വം യു.പി. പിടിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. യു.പിയിൽ ഒരിക്കൽ കൂടി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിയിൽ പാർട്ടി പ്രവർത്തകരുടെയും അണികളുടെയും ആവേശം അതിരുവിട്ടത് ഇന്ന് കണ്ടു. മരക്കഷണങ്ങൾ കൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച വേലി പ്രവർത്തകർ ചാടിക്കടന്നു. ഇതോടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. പ്രവർത്തകരോട് സംയമനം പാലിക്കാനും ശാന്തരാവാനും അഖിലേഷ് യാദവ് തന്നെ അഭ്യർത്ഥിച്ചുവെങ്കിലും ഫലം കാണാതെ വന്നപ്പോൾ തലനാരിഴക്കാണ് വലിയ അപകടം ഒഴിവായത്. അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. अब मैं आपके कांग्रेस नेता जिनको आप सुनने के लिए, जिनको आप देखने के लिए लाखों की तादाद में और पुलिस से भी कहूँगा, आप यहीं पे जी में रहिए, आप आगे मत जाइए। आप पुलिस के से मैं कहूँगा ठीक है, लगा न जाए कहीं भी। ठीक है, खड़े रहे, ठीक है, खड़े रहे, ठीक है, खड़े रहे। 2 लोग एक मिनट, हमारे अपने जो पुलिस के भाई लोगों से कहिए केवल डी में रहे, उससे आगे न जाए। और जितने भी